നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മളൊരു വണ്ടിയുടെ പണിയെടുത്ത് കൊടുക്കലായിരുന്നു. വണ്ടിയുടെ ബിഗിനിങ് സ്റ്റേജ് മുതൽ കുറച്ച് കഷ്ടങ്ങളായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിരുന്നത്. യൂട്യൂബിൽ ഇട്ടിട്ടില്ല. യൂട്യൂബിൽ 2 വീഡിയോ ഇട്ടിരുന്നു അല്ലടാ, 2 വീഡിയോ യൂട്യൂബിൽ നമ്മൾ ഇട്ടിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ വണ്ടിയുടെ പണി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. 1.5 വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ വിചാരിച്ച കോളത്തിലാക്കിയിട്ടുണ്ട്. മുഴുവനും പണി കംപ്ലീറ്റ് ചെയ്തൊന്നുമില്ല, കുറച്ച് ഇൻറ്റീരിയർ വർക്ക് കുറച്ച് ബാക്കിയുണ്ട്. അത് ഞാൻ ഓരോ കാര്യത്തിന് എടുത്തു, കുഴപ്പമില്ല കേട്ടോ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ പറയുന്നത് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ കേട്ടോ. ഇപ്പം നമ്മുടെ കൂടെ അജിത്തുണ്ട്. മെക്കാനിക്കൽ പെയിൻറ് വർക്ക് കാര്യങ്ങളൊക്കെ അയിത്താണ്. രാജേട്ടനാണ് ആക്ച്വലി പെയിൻറ്റിൻ്റെ രാജാവ്, അയിത്തല്ല. അക്കാര്യത്തിൽ ഇവിടെ രാജേട്ടനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. രാജേട്ടനെ കാണിക്കണം, അത് കാണിക്കും നമ്മളെന്തായാലും. എന്ത് കലയിലൊരു കലക്കൊരു സൃഷ്ടിയുണ്ട്, അതയിത്താന്ന്. ഈ അതുപോലെ പുതിയ മുഖമാണ്. ആക്ച്വലി നമ്മുടെ നാട്ടിലത്തെ ഒരു സ്റ്റോറാണ്, ഒരു വീൽ കെയർ എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണ്. ഇവർക്ക് മട്ടന്നൂരൊക്കെ ഉണ്ട്. അപ്പം മൂപ്പരാണ് നമ്മുടെ വീലും കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നത് അല്ലേ? പേര് പറഞ്ഞോ? ഷാനിർ. വീൽ കെയർ ഇരിട്ടിയിലുണ്ട്, മട്ടന്നൂരും ഉണ്ട്. വേറെ എവിടെ ഉള്ളത്? ഇല്ല, ഓപ്പണിങ്ങിന് പയ്യന്നൂരൊന്ന് വരുന്നുണ്ട്. ഇത് ആക്ച്വലി പിന്നെ എന്താ പറയുക, ഒരു ഫസ്റ്റ് ടൈം ഇവിടെ ക്യാമറ. ഇതാണ് ഇവരുടെ ഷോപ്പ് എന്ന് പറയുന്നത്. ഇവർ നമ്മളെ നല്ലൊരു സഹായിച്ചിട്ടുണ്ട്. ബിഗിനിങ് മുതൽ നമുക്ക് ടയറും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇവർ ഇതേപോലെ തന്നെ ഷോപ്പ് മട്ടന്നൂരുണ്ട്, അതുപോലെ തന്നെ ഇവർ പയ്യന്നൂർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ പച്ച കാർ ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏതായാലും നമ്മുടെ വണ്ടീൻ്റെ തുണി വെക്കാം. തുണി വെക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ്, അയത്തെ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ 1.5 വർഷത്തെ എക്സ്പീരിയൻസ്? വണ്ടി നമ്മൾ ഗുജനിയിൽ നിന്ന് അവിടുന്ന് പൊക്കിക്കൊണ്ടിട്ട് ഇതുവരെ യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മെക്കാനിക്കൽ വർക്കിലൊരു 4 വർക്കോളം ബാക്കിയുണ്ട്. അത് പിന്നെ പുള്ളി ഇപ്പം പെട്ടെന്ന് പുറത്തു പോകുന്നതുകൊണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് പെട്ടെന്ന് പിന്നെ പുള്ളിക്ക് കാര്യമില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതാണ്. അതാണ് എൻ്റെ മെയിൻ സ്റ്റാഫിനെ പോലും കൂട്ടാതെ ഞാൻ തന്നെ പെട്ടെന്ന് ഇറങ്ങി വന്നത്. ഓക്കെ, ചെറിയ വർക്ക്. പിന്നെ അതുകൊണ്ടല്ല ഞാൻ സത്യം പറഞ്ഞ ഞാൻ തെറിയാക്കണ്ടല്ല, കുറേ പണി ബാക്കിയുണ്ട്. കാര്യമായിട്ട് പണി കുറേ ബാക്കിയുണ്ട്. അത് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടില്ല, ഒന്ന് രണ്ട് എന്തോ അറിയില്ല. എന്നാ നല്ല തീരുന്നില്ലടാ. ഒരു മിനി ജൂനിയർ എന്റെ പണിന് കുറ്റം പറയലടാ തെണ്ടി. അല്ല, ഇവർക്ക് പണിയെടുക്കാൻ പറ്റുന്നില്ല. ഇവർ പണിയെടുക്കാണ്ട് മടിച്ചിട്ട് സൈഡിൽ നിന്നിട്ട് ലാസ്റ്റ് കുറ്റം എല്ലാം കൂടി എൻ്റെ വണ്ടിക്കും. പക്ഷേങ്കിൽ നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് ആയിട്ടുണ്ട് അല്ലേ? നമ്മുടെ പണി ഫുള്ള് കംപ്ലീറ്റ് ആണ്. മണിക്കൂർ പണിയുണ്ട്, വീലിന്റെ ടയർ ഇല്ല. പക്ഷെ എന്നാലും ഓന ഈ കൂട്ടത്തിൽ ഈ 3 ആളെ കൂട്ടത്തിൽ പണിയെല്ലാം കംപ്ലീറ്റ് ആക്കി ഏക വ്യക്തി ഇവനാട്ടോ. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന അവർക്കറിയാം, ഞാൻ ഈ വണ്ടിയുടെ ഫോട്ടോസ് കിട്ടിയിരുന്നു. ഇൻസ്റ്റയിൽ ഞാൻ ഒരു പ്രാവശ്യം പോസ്റ്റ് ഇട്ടിരുന്നു പണി വരുന്നതിന് മുമ്പ്. അതുപോലെ നമ്മൾ ബിഗിനിങ് സ്റ്റേജിൽ പറഞ്ഞൊരു കാര്യമാണ്, ഈ വണ്ടി നമ്മൾ പണിതത് നമ്മുടെ ഗോൾഡ് വിങ്ങിൽ ലോഡ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനാണ് അതിൻ്റേതായ ഒരു കസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ മക്കളുടെ വണ്ടിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് ഉണ്ട്, അത് വീഡിയോന് എന്തെങ്കിലും ഞാൻ പറയും. അത് സ്കിപ്പ് അടിച്ച് കാണാതെ വീഡിയോ മൊത്തം കണ്ടിട്ട് കാണട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ രണ്ടാളും പൊക്കിക്കോ. രണ്ടാളും നീ പൊക്കേണ്ട യോഗ്യത എനിക്കില്ല, നീ പകുതി പൊക്കിയാൽ മതി. അറിയണ്ട് അരപ്പണി എടുത്ത് നോക്കിയതാ അല്ല. റെഡി, 1 2 3 യേ. അത് പോക്കണ്ട, അത് നമ്മളെ വണ്ടി കേട്ടോ. നമ്മളിങ്ങനെ ട്രാൻസിഷൻസ് എല്ലാം ഇട്ടിട്ട് ചൂം ജാം അതിനൊന്നും താല്പര്യമില്ല, അതുകൊണ്ടാണ് നാച്ചുറലായിട്ട് പൊക്കിയത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും കൊല്ലം പണിത വണ്ടി. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഏതാണ് മോഡൽ എന്നുള്ളത്. ഇത് ടാറ്റയുടെ മൊബൈൽ എന്ന് പറഞ്ഞൊരു മോഡലാണ്. 1990 മോഡൽ വണ്ടിയാണ്. പിന്നെ ഈ വണ്ടി മെയിനായിട്ട് ക്രെയിൻ ആവശ്യത്തിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ക്രെയിൻ ആവശ്യമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ക്രെയിൻ്റെ ഒരു സെറ്റപ്പിലാക്കിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ട് ഗ്രില്ല്. ഈ ഫ്രണ്ട് ഗ്രില്ല് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാർക്കറിയാം, ഞാനിത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ചിക്കാഗോയിൽ നിന്ന് ഞാനും നമ്മുടെ സ്വന്തം ബിനോയ് ബ്രോയും കൂടി മൂപ്പരുടെ വണ്ടിയിൽ പോയി ഗുജനിയിൽ പോയി ഈ സാധനം തപ്പിയെടുത്ത് നടുവേ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചാക്കിൽ കെട്ടി അല്ലേ, അവിടെ വേസ്റ്റ് ഇടുന്നവരെ ചാക്കി കെട്ടിയിട്ടാണ് നമ്മുടെ നാട്ടിലെത്തിച്ചത്. അപ്പോൾ അത് നമ്മളിവിടെ കൊണ്ടുവന്നു, കറക്റ്റായിട്ട് വെച്ചിട്ട് അത് ഫിറ്റ് ചെയ്തു. പിന്നെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി വളരെ ദാര്യം പിടിച്ച അവസ്ഥയിലായിരുന്നു, ഫ്രണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്കിതിൻ്റെ പുതിയ പാർട്സ് കിട്ടുമെന്നൊരു ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വൃത്തിയിലെ പാർട്സ് കയറ്റിയതാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സാധനം ഇതിനെന്താ പറ്റി എന്താ പറയുക, അംബാസഡറിൻ്റെ ബമ്പർ. യെസ്, അംബാസിഡറിൻ്റെ ബമ്പറാണ് കയറ്റിയത്. അത് നമ്മൾ കൊണ്ടുപോയി നിക്ലിങ് ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഈ പീസ് ഉണ്ടോ, ഇതിനുള്ളിൽ നമ്മളിവിടെ മെഷ് ചെയ്തിട്ടുണ്ട്, ഇതിനുള്ളിൽ നെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഫ്രണ്ട്. പിന്നെ ഈ ബോണറ്റ് കാര്യങ്ങളൊക്കെ ഡിസൈൻ നമ്മളിപ്പോൾ ഇതിന് ഷേപ്പായിട്ട് ഈ ഒരു സാധനത്തിന് ഷേപ്പായിട്ട് നമ്മൾ ഈ ഒരു ബോണറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തു. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് കറക്റ്റായിട്ട് നമ്മൾ ഒരു ഷോറൂമിൽ നിന്ന് ഇറങ്ങുന്ന ഫീൽഡിൽ ആ ഡിസൈനിൽ വന്നിട്ടുണ്ട്.
രാട്ടിൻ്റെ കഴിവാണ് ഈ പുട്ടി വർക്കിട്ട് മൂപ്പര് അത്രയും ലെവൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ചും കൂടി വണ്ടീൻ്റെ ഫിനിഷിംഗ് ഉണ്ട്, കണ്ടറിയാം. ഒരു ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. അത് രാട്ടം പെയിൻ്റ് അടിച്ച് ഉണങ്ങുന്നതിന് മുമ്പ് ഞാൻ കൊണ്ട് വാഷ് ചെയ്താണ്. അപ്പോൾ അത് ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പോയിട്ട് ഫിനിഷ് ചെയ്യും കേട്ടോ. ഓക്കെ, സൈഡിലേക്ക് വരുമ്പം ഇവിടെ നമ്മൾ ആദ്യം നമ്മളൊരു മഡ് ഗാർഡ് കൊടുത്തിരുന്നു. പിന്നീട് ആ മഡ് ഗാർഡ് നമ്മൾ ഊരി മാറ്റി നമ്മൾ ഈ ഷേപ്പിൽ കൊടുത്തു. ഇതും ശരിക്കും രാട്ടൻ്റെ കഴിവാണ്, പെയിൻറ്റിങ്ങിൽ മൂപ്പര് ചെയ്ത കഴിവാണ്. ഇപ്പോൾ കറക്റ്റ് ഫിറ്റ് വന്നിട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഡോർസ് ആണെങ്കിലും കണ്ടോ, ഈ ലൈൻ അങ്ങനെ തന്നെ കറക്റ്റ് ലെവലിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. താഴത്തെ ലൈനും അതുപോലെ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയും പോർഷൻസ് ശരിക്കും ടാറ്റ മൊബൈലോൻ്റെ തന്നെയാണ് വരുന്നത്. ഇതൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇതിൽ നമ്മൾ പെയിൻറ്റ് തീം നമ്മൾ കൊടുത്തിട്ടുള്ളത് ബ്ലൂ ആണ്. ബ്ലൂ എന്ന് വെച്ചാൽ നമ്മൾ ഗോൾഡ് വിങ്ങിൻ്റെ ബ്ലൂ ഇല്ലേ, ആ ബ്ലൂവിന് കണക്കായിട്ടാണ് നമ്മൾ പെയിൻറ്റ് തീം കൊടുത്തില്ല കേട്ടോ. ഓക്കെ, ബാക്കിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ബോഡി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ചേഞ്ച് ചെയ്യാനുള്ള റീസൺ ഒന്ന്, ഇതിൻ്റെ ബോഡി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആയിരുന്നു. രണ്ടാമത്തെ റീസൺ നമുക്ക് ഈ ഗോൾഡ് വിങ്ങിൽ ഓടിയണമായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു ബോഡി വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പുതിയ വണ്ടിൻ്റെ ബോഡിയാണ് നമ്മൾ പുറകിലിട്ടുള്ളത്. ഇവിടെ കുറച്ച് വർക്ക് ചെയ്യാൻ ബാക്കിയുണ്ട്. അതൊക്കെ ചെയ്താലേ വണ്ടി പൂർണ്ണമായിട്ട് വർക്ക് തീരുള്ളൂ. കുറച്ച് വർക്ക്, പക്ഷേ വണ്ടി അത്യാവശ്യം നല്ല ലുക്ക് കാര്യങ്ങളെല്ലാം അടിപൊളി ആയിട്ടുണ്ട്. അത് കമന്റ് ചെയ്യേണ്ട ആൾക്കാരാ. ശരിക്കും പറഞ്ഞെങ്കിൽ ഞാൻ ഇന്നലെ കണ്ടത് വണ്ടി കയറ്റിയിട്ട് സംഭവം ബാക്കിന്റെ ഒരു സ്റ്റൈലേ മാറിയാട്ടോ. സാധനം ഗോൾഡ് വിങ് വന്നേരം വണ്ടി ലോഡ് ചെയ്തപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വേറെ കാര്യം കാണിച്ചിടാം. എടാ എമ്മി, ഈ മൊബൈൽ താഴെ വെച്ചിട്ട് ഹൈറ്റ് കാണിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ വണ്ടിൻ്റെ ഹൈറ്റ് കാണിക്കാൻ പോണത്. ഇതിപ്പോൾ എൻ്റെ iPhone 15 ആണ്. ഐഫോണിൻ്റെ പകുതി ഹൈറ്റ് മാത്രമേ ഇല്ല കേട്ടോ. നമ്മുടെ കാല് ഒരു ലെവലിൽ കയറ്റാൻ പറ്റും, അത്ര മാത്രം ഹൈറ്റ് ഉള്ളൂ. ചേസ് അടി അങ്ങനെയുള്ളത്. കാരണം വണ്ടി ഇരുന്നിട്ടുണ്ട്. ഒന്നാമത് ഇതിപ്പോൾ 10-400 ബൈക്കിൻ്റെ ലോഡുണ്ട്, അതും കൂടെ കയറ്റിപ്പോൾ വണ്ടി ഇരുന്നു. പിന്നെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ബാക്കിൽ നമ്മൾ ഇതിൻ്റെ തന്നെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചെയിൻ ഉണ്ടോ, ഇത് നമ്മൾ വണ്ടി ലോഡ് ചെയ്യുമ്പോൾ മാത്രം ഇതിൻ്റെ മുകളിലിടും, എല്ലാ സമയത്തും നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിൽ നമ്മൾ വേറെ കാര്യം കൂടി ഇവിടെ ഇത് കണ്ടോ, ഈ ബൈക്കിൻ്റെ ഫ്രണ്ട് വീൽ ഓക്കെയാണ് ഇവിടെ വീൽ ചോക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ഇതിൻ്റെ മുകളിലാണ് വണ്ടി താങ്ങുന്നത്. കയർ ജസ്റ്റ് കെട്ടിയെന്നേ ഉള്ളൂ, പക്ഷേ കംപ്ലീറ്റ് കൺട്രോൾ ഇതിൻ്റെ മുകളിലുള്ളത് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ റാപ്റ്റർ പെയിൻറ്റിംഗ് എന്ന് പറയും, പെയിൻറ്റ് അടിച്ചിട്ടുള്ളത് ഈ ബോഡിക്ക് ബലം കിട്ടാൻ വേണ്ടിയിട്ട്. സൈഡ് ഉണ്ടോ, സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇവിടെ സ്ക്വയർ ഷേപ്പിൽ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. കയറ് കെട്ടാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ നമ്മൾ ഇങ്ങനത്തെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബോഡി ശരിക്കും ഈ ഹൈറ്റ് ഉണ്ടായിരുന്നു, അല്ലാതെ ഈ ഹൈറ്റ് ഉണ്ടായിട്ടില്ല. ഈ ഹൈറ്റ് നമ്മൾ കട്ട് ചെയ്ത് പീസാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വെൽഡിങ് വർക്ക് എടുത്ത് പിന്നെ ആദ്യം ലെവൽ ചെയ്ത് പുട്ടി വർക്കിട്ട് ലെവൽ ചെയ്തത് കണ്ടോ നിങ്ങൾ. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ ഈ കൈ ഉണ്ട്, ഞാൻ വെച്ച് നോക്കിയാൽ ഈ കൈൻ്റെ അര പോലില്ല, അരേൻ്റെ അത്ര പോലില്ല ഹൈറ്റ്, ഇത്ര ഹൈറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തം നമ്മൾ കട്ട് ചെയ്താണ്. പിന്നെ ബാക്കോട്ട് വരുമ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ചെയിൻ നമുക്ക് ഊരി മാറ്റാൻ പറ്റും. അപ്പോൾ വണ്ടി ലോഡിങ് എല്ലാ സമയത്തും നമ്മൾ ചെയിൻ നമ്മൾ ഊരി മാറ്റും. പിന്നെ ഇവിടെ ഡോർ ചെറിയൊരു ബെൻഡ് വന്നിട്ടുണ്ട്, ഇന്നലെ ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. അതുപോലെ താഴെയിലാണെങ്കിലും ഇവിടെയൊക്കെ നമ്മൾ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്, ഫ്രണ്ടിലൊക്കെ ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ വശത്ത് വരുമ്പോൾ ടയർ പുറത്തേക്ക് തള്ളി നിൽക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു ഇവിടെ ഇത്രയും ബോഡി ഉള്ളിലുള്ളത്, മെയിൻ ബോർഡിന് കമ്പയർ ചെയ്യുമ്പോൾ ബാക്ക് ബോർഡ് ഉള്ളിലേക്കാണ് ഉള്ളത്. അതുകൊണ്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് ടയർ പുറത്തേക്ക് നിൽക്കുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇൻറ്റീരിയറാണ്. പിന്നെ ഇൻറ്റീരിയർ കാണിക്കാൻ പോകുന്നതിന് മുമ്പ് ഇൻറ്റീരിയറിന് ഒരുപാട് പണി പെൻഡിങ് ഉണ്ട്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് ഓനിക്കാണ്. ഞാൻ പറഞ്ഞു മടുത്തിന് തെറി ഒച്ചപ്പാടും ബഹളവും അടിയും. ഞാനിപ്പോ ഇവരെ ഇടയ്ക്ക് കെട്ടിയോളായി. എന്ത് തെറി ഉണ്ടെങ്കിലും എന്നെ വിളിച്ചു പറയും, എമ്മി ചെയ്യുന്നില്ല ഞാൻ ഇവരെ വിളിക്കും. ഇന്ത്യയിൽ പോയി വരുമ്പോഴത്തെ സെറ്റാ അണക്കാ. അപ്പോൾ ഇന്ത്യയുടെ ഉള്ളിൽ ഇതൊക്കെ ഇവൻ്റെ വർക്കാട്ടോ. ഇതൊക്കെ നല്ല സ്റ്റൈലിൽ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്, അത് അവർ ഫിറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കിനി ഫിനിഷ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ AC-ൻ്റെ സാധനങ്ങൾ കൊടുക്കാനുണ്ട്. AC-ൻ്റെ പിന്നെ ഇവിടെ കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ഇതൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ അടിപൊളി വർക്ക് കേട്ടോ. ഓൻ വൃത്തി ചെയ്യുന്നുണ്ട്. സീറ്റ് ആണെങ്കിലും നല്ല കളർ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ടോപ്പ് നമ്മൾ കൊടുത്തത് ബ്ലാക്ക് ആണ്. ഇതൊക്കെ ഇവിടെയൊക്കെ നമുക്ക് ക്ലീനിങ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ നിലത്ത് മാറ്റ് ഇട്ടിട്ടില്ല, മാറ്റ് ഇടണം. പിന്നെ ഗിയർ ലീവറിൻ്റെ നോബ് ചേഞ്ച് ചെയ്യാനുണ്ട്. അതൊക്കെ സാധനം നമ്മുടെ അടുത്തുണ്ട്, മാറ്റും കേട്ടോ. കാരണം കുറേ ദിവസമായി ഞാനിത് അതുപോലെ പറയാൻ വിട്ടു. പവർ വിൻഡോ ഉണ്ട്, അപ്പുറം ഉണ്ട്, ഇവിടെ ഉണ്ട്. പിന്നെ പവർ സ്റ്റിയറിംഗ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ഒക്കെ വർക്കിംഗ് ഉണ്ട്. പിന്നെ ലൈറ്റ് ആണെങ്കിലും ഇത് ഒന്ന് ലൈറ്റിൻ്റെ അടുത്ത് വിളിക്കറ്റും ആദ്യം സ്റ്റാർട്ട് ചെയ്താൽ ഒറ്റയടിക്ക് സ്റ്റാർട്ട് ചെയ്യണേ. ക്യാമറ കട്ട് ചെയ്യാണ്ട് ഇതിൻ്റെ എഞ്ചിൻ്റെ പവറിൻ്റെ മികവ് നമ്മളിന്ന് കാണും. എഞ്ചിൻ പണി കംപ്ലീറ്റ് പണിതാണ്, അതെല്ലാം പക്കയാണ്. പക്ഷേ ചെറിയ ലൊട്ടിലൊടുക്ക് പണികൾ ബാക്കിയുണ്ട്. സ്റ്റാർട്ടാക്കി ഫുൾ ഹെഡ്ലൈറ്റ് കൊടുത്താൽ ഈ വണ്ടിക്ക് വേറെ പ്രത്യേകത ഞാൻ കാണിച്ചത്. അത് പറഞ്ഞു ടയർ ഓൾറെഡി നമ്മളിപ്പോൾ പ്രൊഫൈൽ കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ള, ഹൈറ്റ് ഓൾറെഡി കുറക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ ടയർ 205, 55, 15 എന്ന് പറഞ്ഞ ടയറാണ് കൊടുത്തിട്ടുള്ളത് യോക്കോഹാമൻ്റെ. അത് വണ്ടി കുറച്ച് ഹൈറ്റ് കുറവ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലുള്ള ടയറാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ. ടയറിനെ പറ്റി ചോദിക്കണം വെച്ചോട്ടോ, മൂപ്പരത് പറഞ്ഞിട്ടുണ്ട്. അതിൽ അലോയ് ചെയ്തിട്ടുള്ളത് അലോയിൽ പ്ലാറ്റിയാണ്. പ്ലാറ്റി തന്നെ മോഡലല്ലേ?
ഇവിടെ ഒരാൾ മെല്ലെ ഹീറ്റിൽ ഓണാക്കിയിട്ട് ഒറ്റയടിക്ക് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ഈ വണ്ടിയുടെ ഫുൾ കാര്യങ്ങൾ പറയാം. എൻജിൻ കാര്യങ്ങൾ പക്ക. ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇഞ്ചക്ടർ 2 വട്ടം ക്ലീൻ ചെയ്തതാണ്. ഇതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടൈപ്പ് ഇഞ്ചക്ടറാണ്. അത് നമ്മൾ കുറച്ച് നാൾ വെച്ചുകൊണ്ടിരുന്ന ചെറിയ കംപ്ലൈൻറ്റ് വരും. പക്ഷേ എത്ര വർഷം ഇത് കൊണ്ടുപോയിട്ട് ഒരു 10-20 വർഷം കൊണ്ടുപോയിട്ട് പറമ്പിൽ കൊണ്ടുപോയിട്ടാലും ഈ സാധനം ഒരു 15 മിനിറ്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ വണ്ടിയുടെ എഞ്ചിനുള്ള. അന്നേരം അതിൽ കാണാം 10 മിനിറ്റ് കൊണ്ട് സ്റ്റാർട്ടാക്കാൻ പറ്റുന്ന എഞ്ചിനാണ്. സെൻസറോ കാര്യങ്ങളൊന്നും ഈ വണ്ടിക്കില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷയമില്ലാത്ത എഞ്ചിനാണ്. എഞ്ചിൻ മൊത്തം ഈ എഞ്ചിനൊന്നും ആരും പണിയെടുക്കുന്നില്ല. കാര്യം എല്ലാവരും ഉപേക്ഷിച്ച് വിടുമോ, സെക്കൻഡൊക്കെ എടുത്തിട്ട് ഒപ്പിച്ച് പോക്കേ ഉള്ളൂ. ഇത് നല്ല വൃത്തിക്ക് പണിതു. അതുപോലെ പമ്പ് ഇഞ്ചക്ടറൊക്കെ പമ്പ് റിപ്പയർ ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. ചെറിയ ഫിനിഷിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി എനിക്ക് തന്നെ എടുക്കാൻ ആഗ്രഹമുണ്ട്. അത്ര പെർഫെക്റ്റ് ആണ് വണ്ടി. ബോണറ്റ് വെക്കടാ. അതുപോലെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചാണ് ഹെഡ്ലൈറ്റ് ഉണ്ടോ നിങ്ങൾ 8 ബൾബുണ്ട് കേട്ടോ, 8 എണ്ണം. അപ്പോൾ നിങ്ങൾ കാണാൻ മനസ്സിലാവും 8 ബൾബുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് കൊണ്ടുവന്നാണ്. എന്താ പറയുക, US നിന്ന് കൊണ്ടുവന്നാണ്. ചിക്കാഗോ നേരത്തെ പറഞ്ഞിട്ടില്ലേ. ഓക്കെ, ഇനി ഹെഡ്ലൈറ്റ് സ്വിച്ച് ഓഫ് ആയിക്കോ. ബോണറ്റ് നോക്കിയാൽ എഞ്ചിനെ പറ്റി പറഞ്ഞിട്ട് ഇതാണ് ഐത്തോറിൻ്റെ എഞ്ചിൻ കേട്ടോ. നമ്മൾ പുതിയ ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എഞ്ചിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. ഒറ്റയടിക്ക് സ്റ്റാർട്ടാകുന്നതുകൊണ്ടാണ്, വേറെ നമ്മൾ പണിയെടുത്തില്ല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ ഫുള്ളായിട്ട് പിസ്റ്റൺ അടക്കം മൊത്തം കാര്യങ്ങൾ മാറ്റി. ചെറിയൊരു ഫിനിഷിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സാധനങ്ങൾ ഇപ്പം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉദാഹരണം ഈ ടൈമിംഗ് ബെൽറ്റിൻ്റെ കവർ വരെ നമ്മൾ ഒരുപാട് ദിവസം ബുക്ക് ചെയ്തിട്ട് വന്നതാണ്. അതുപോലെ ബാക്കിയുള്ള ഡീസൽ ഫിൽറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നമുക്ക് പിടിപ്പിക്കാൻ പറ്റും. അതുപോലെ ഈ ഇഞ്ചക്ടർ എന്ന് പറയുന്നത് നമ്മൾ എത്ര റിപ്പയർ ചെയ്താലും പിന്നെ ഒക്കെ കംപ്ലൈൻറ്റ് വരുന്ന ടൈപ്പാണ്. ഒത്തിരി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് പിടിപ്പിക്കാനുണ്ട്. അതുപോലെ നമുക്ക് മെയിനായിട്ട് ഇത് ബാക്കിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പവർ സ്റ്റിയറിങ് എമ്മയുടെ അളിയനാണ് ആഡ് ചെയ്തത്. പുള്ളി ഇന്ന് വന്നിട്ടില്ല. പുള്ളിയുടെ അല്ല, എമ്മയുടെ അളിയന് അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് രാത്രിയും പകലും ഒക്കെ വന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് റെഡിയാക്കിയിട്ട് നമുക്ക് ബാക്കി ഇതാക്കാം. ചെറിയ വർക്ക് ബാക്കിയുണ്ട് എൻജിൻ പരമായിട്ട്. പിന്നെ പെയിൻറ്റിങ്ങിൽ നമ്മുടെ ചെറിയ ഫിനിഷിംഗ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്കറിയാം പുള്ളി പോകേണ്ട തിരക്കുകൊണ്ടാണ് നമ്മൾ ഇത്രയും പെട്ടെന്ന് തീർത്തത്. പിന്നെ എല്ലാ കാര്യത്തിലും വെച്ച് നോക്കുമ്പോൾ ഇവൻ കുറേ ഉഴപ്പിയതുകൊണ്ടാണ് ഇത്ര താമസിച്ചത്. ഇവൻ ആ ഒരു ഇന്റീരിയർ ചെയ്യാൻ വേണ്ടി 1 മാസം എൻ്റെ വണ്ടി ഓനെ പെടും. ഇരുട്ടിക്കാർക്കറിയാം എൻ്റെ വണ്ടി ഓനെ ഷോപ്പിന് മുമ്പിൽ വെറുതെ ഇട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ഞാൻ പുതിയ ബാറ്ററി എടുത്തുകൊണ്ടിരാൻ പറ്റും. പുതിയ ബാറ്ററി എടുത്തു കൊണ്ടിട്ട് ഇവൻ അത് വെക്കാണ്ട് ഞാൻ ചോദിക്കുമ്പോൾ അത് പുതിയ ബാറ്ററി ഇട്ടിട്ട് സ്റ്റാർട്ടാകുന്നില്ല. ഇവൻ്റെ ഷോപ്പിൽ ഒരു ദിവസം വെറുതെ സത്യം ബാറ്ററി ഇട്ട് ടച്ചാക്കി നോക്കി ഊവാപ്പള്ളിക്ക് പോകാനെന്നുള്ളത്. ആടി ക്ലോസ് ചെയ്തോ. പിന്നെ വേറെ കാര്യം മെയിൻ ഗ്ലാസ് ഇതൊക്കെ നമ്മൾ മാറ്റിയതാണ്. ഇതൊക്കെ പുതിയ ഗ്ലാസ് ചെയ്തോ. പഴയ ഗ്ലാസ് സ്ക്രാച്ച് ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മാറ്റി പുതിയ കയറ്റിയതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇനി എന്താണ് വർക്കില്ല, ഇനി കുറച്ച് വർക്കിലുള്ളൂ. ഓക്കെ, ബൾബിൻ്റെ 8 ബൾബ് ഫിറ്റ് ആക്കിയിട്ടുണ്ട്. അല്ല 8 ബൾബ് നീ വരുമ്പോൾ എത്ര റേറ്റ് പറഞ്ഞത്? ഇവൻ അമേരിക്ക ലൈറ്റ് കൊണ്ടുവന്നിട്ടല്ലേ. ഒരു ബൾബിന് 3000 പറഞ്ഞു. HB4 ആയിരിക്കും അറിയുന്ന ആൾ കമ്പനിയാണ്. പൊതുവേ നമ്മളൊന്നും HB4 സെയിൽ ചെയ്യില്ല. 3000 × 8 ബൾബ് 24,000 രൂപ ബൾബിന്. ഇവനെ കേട്ടിട്ട് ഞാൻ തലയിറക്കി കൊണ്ട് കേട്ടാ. കറക്റ്റ് അറിയില്ല. HB4 എന്തായാലും ആ റേറ്റ് ഉണ്ടാവില്ല. അറിയുന്ന ആളൊന്ന് കമൻറ്റ് ചെയ്യണം ആ ഒരു ബൾബിൻ്റെ റേറ്റ്. നമ്മൾ എന്നിട്ട് പിന്നെ കപ്ലർ കട്ടാക്കി നോർമലി 11ഉം H8 എല്ലാം ഇട്ടാണ്. ഏകദേശം 1500 രൂപയ്ക്ക് പരിപാടി എടുത്തുണ്ട് മൊത്തത്തിൽ. ഓക്കെ, അയിത്ത പറ എന്താണ് എഞ്ചിൻ റിലേറ്റഡ് പണി ബാക്കിയുള്ളത്? നമുക്ക് എഞ്ചിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പണിയും ബാക്കിയില്ല. ടർബോയുടെ ഒരു പൈപ്പ്, പിന്നെ പവർ സ്റ്റിയറിങ് മെയിനായിട്ട് കുറച്ചും കൂടി സ്മൂത്ത് ആക്കാനുണ്ട്. ഇപ്പം നമ്മൾ നോർമൽ ഇപ്പം ആൾട്ടോയുടെ പവർ സ്റ്റിയറിംഗ് ആണ് ഇട്ടത്. അത് എമ്മയുടെ അളിയൻ ഇലക്ട്രീഷ്യനാണ് ചെയ്തത്. അത് കുറച്ചും കൂടി ഓൾട്രേഷൻ ചെയ്തിട്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. നമ്മുടെ മെക്കാനിക്കൽ സൈഡിലായിട്ട് ബാക്കിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്കിൻ്റെ മാസ്റ്റർ സിലിണ്ടർ ബൂസ്റ്ററും ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. ബ്രേക്കിന് അതായത് പവർ ബ്രേക്ക് അല്ല, ഇപ്പം നോർമൽ ബ്രേക്കിലാണുള്ളത്, പവർ ബ്രേക്ക് അല്ല. അതൊന്ന് റെഡിയാക്കണം. പിന്നെ ഗിയറിൻ്റെ ഒരു ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ആ 2 പ്രശ്നമേ മെക്കാനിക്കൽ സൈഡുള്ളൂ. പിന്നെ എൻ്റെ സൈഡിൽ പെയിൻറ്റിങ്ങിന് ലാസ്റ്റ് ഒരു ഫിനിഷിംഗ് വർക്ക് ബാക്കിയുണ്ട്. അത് നമ്മളിപ്പം പുള്ളി ഇപ്പോൾ ഇവിടെ നിന്ന് പോയപാടെ നമ്മളത് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുന്നതാണ്. അതുപോലെ പുറകു സൈഡ് നമ്മൾ കുറച്ച് ഓൾട്രേഷൻ ചെറിയ പരിപാടികൾ ചെയ്യാനുണ്ട്. ഇതിൻ്റെ ബോഡി വർക്ക് എടുത്തത് ജാങ്കോ എന്ന് പറഞ്ഞൊരു ഇതിനാണ്. ജാങ്കോ എന്ന് വിളിക്കുന്ന ജാബിദാണ്. അന്നേരം അവൻ്റെ കുറച്ച് ബോഡി വർക്ക് ബാക്കിയുണ്ട്. അതുപോലെ എൻ്റെ സ്റ്റാഫിൻ്റെ രാജേട്ടൻ, പുള്ളി എൻ്റെ കടയത്തെ എൻ്റെ മെയിൻ സ്റ്റാഫാണ്. പുള്ളി രാത്രിക്കൊക്കെ ഓവർ ടൈം ചെയ്തിട്ടാണ് ഈ പണി ഇത്രത്തോളം നിർത്തുന്നത്. അന്നേരം പുള്ളിക്ക് പിന്നെ ഞാൻ നല്ല അടിപൊളി മുതലാളിയാണ്. എൻ്റെ പണിക്കാരെ ഞാൻ നല്ലോണം നോക്കും. അപ്പോൾ അവർ കുറ്റം പറയില്ലേ, ഞാൻ പുള്ളിയെ പൊന്നുപോലെ നോക്കുന്ന മനുഷ്യനാണ്. എന്നിട്ട് പുള്ളി ഇന്ന് ഞാൻ തന്നെ നിർബന്ധിച്ച് കൊണ്ടുവരാതിരുന്നതാണ്. കാര്യം എനിക്ക് ഇപ്പോൾ ഒരുപാട് കടയൊക്കെ കേൾക്കാനുണ്ട്. ഇപ്പോൾ ഉച്ചപ്പണിയും കൂടി പെൻഡിങ് ആക്കിയാൽ പുള്ളി എൻ്റെ കടയിൽ വന്ന് രാജേട്ടനെ കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട്
കാണിക്കും. ഓക്കെ, ഇനി അടുത്തത് അപ്രോക്സിമേറ്റ്ലി നമുക്ക് എത്ര കോസ്റ്റ് ആയി എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഈ വണ്ടിയുടെ പല പാർട്സുകളും നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടാത്ത പാർട്സുകളാണ്. ഞാനിപ്പം അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന് ഗ്രില്ലടക്കാം. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ അങ്ങനെ ഞാൻ പുറത്തുനിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രൈസ് പറയാൻ പറ്റില്ല, എന്നാലും ഒരു 3-4 ലക്ഷം രൂപയുടെ അടുത്ത് എനിക്ക് ഓവറോൾ കോസ്റ്റ് ആയിട്ടുണ്ട് ഈ വണ്ടി ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാൻ. ഞാൻ ഡ്രീം ചെയ്തത് എൻ്റെ മക്കളെ റേസിങ്ങിന് പോകുമ്പോൾ അവർക്ക് സാധനങ്ങൾ വെക്കാനും ഒക്കെയുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ എൻ്റെ ഈ മൂത്ത മകൻ്റെ അറിയാലോ, മൂത്ത മകൻ്റെ മാസിൻ്റെ ഒരു നിയമ തടസ്സങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് തന്നെ മാസിനെ എനിക്ക് ഇനി റേസിൽ ഇറക്കാൻ പറ്റില്ല. 2 മക്കൾ എനിക്ക് ഇന്ത്യയിൽ ഇനി റേസിന് ഇറക്കാൻ പറ്റില്ല. കാരണം അവൻ്റെ എനിക്ക് പറയാൻ പറ്റില്ലാത്ത കാര്യമാണ്. അപ്പോൾ അവനുമായി ബന്ധപ്പെട്ടൊരു നിയമ തടസ്സം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 മക്കളുടെ റേസ് ഞാനിപ്പോൾ നിർത്തി വെച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ വണ്ടി എനിക്ക് ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലുള്ളത്. ഷോൺ ഇറക്കാമെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് പർപ്പസ് ഒന്നുമില്ല. അപ്പോൾ ഒരു 4 ലക്ഷം രൂപയുടെ അടുത്ത് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു 4.5 അടുത്തൊക്കെ നമുക്ക് ഇതിന് മുകളിൽ ടോട്ടലി ചിലവായിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ നിങ്ങൾ കണ്ടാൽ അറിയാം, ഗോൾഡ് വിങ് ആണ് നമ്മൾ ലോഡ് ചെയ്തിട്ടുള്ളത്. കറക്റ്റ് വീൽ ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പുറത്തേക്ക് അതിൻ്റെ ബോഡി കണക്കായിട്ട് ഗോൾഡ് വിങ് വന്നിട്ടുണ്ട്. അപ്പം ഗോൾഡ് വിങ് നമുക്ക് ഒരെണ്ണം ലോഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സാധാരണ ഒരു ബൈക്ക് നമുക്കൊരു 3 എണ്ണമൊക്കെ ലോഡ് ചെയ്യാൻ പറ്റും. മോട്ടോക്രോസ് വണ്ടികൾ നമുക്കൊരു 3-4 പീസൊക്കെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൻ്റേതായ ഓപ്ഷൻസിന് പിന്നെ ഓവർ ഹൈറ്റും ഇല്ല, നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനും പറ്റും. അപ്പം എൻ്റെ നെക്സ്റ്റ് പ്ലാന് എനിക്ക് സെയിൽ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഓഫ്കോഴ്സ്. കാരണം ഞാനിനി ഈ വണ്ടി എനിക്ക് തോന്നുന്നില്ല എന്ത് പർപ്പസിനാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഒരുപാട് ആഗ്രഹിച്ചിട്ട് നമ്മൾ പണിതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വിധി നമുക്ക് എതിരായത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പർപ്പസ് നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈ വണ്ടി സെയിൽ ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അജിത്തിനെ വിളിച്ചാൽ മതി. അജിത്തിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 2 ആളെ നമ്പറും കൊടുക്കുന്നത്. അല്ല, മെക്കാനിക്കൽ പരമായ കാര്യങ്ങൾക്ക് അജിത്തിനെ വിളിച്ചോ. പിന്നെ അതുപോലെ തന്നെ ഈ ഇൻറ്റീരിയർ പരമായ ഇതേപോലെ കിടിലം പോലത്തെ പണി സീറ്റിനൊക്കെ 2 മാസം കൊണ്ട് തീർക്കണമെന്നുണ്ടെങ്കിൽ അത് എമ്മിനെ വിളിച്ചോ. ആദ്യമായിട്ട് സംഭവിച്ചത് തീരുന്നില്ല. അതുപോലെ വീല് ടയർ കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ 10 മിനിറ്റ് ഒറ്റ ഫാസ്റ്റ് ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷാനിൻ്റെ നമ്പർ ഞാൻ തരാം. ഓക്കെ അല്ലേ? 10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റ് ഉണ്ട്. ഇവന് 2 മാസം ഇൻറ്റീരിയറിന്, ഇവന് 1.5 കൊല്ലം. നീ 10 മിനിറ്റ് കൊണ്ട് തീർത്തു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്ന അതെന്തുകൊണ്ട് അറിയാം, നല്ല ലാഭമുള്ളാക്ക് വേഗം പണി തീർക്കാം. ലാഭം കുറച്ചിലാക്കി ടൈം എടുക്കും. അതെ. അപ്പം എന്താ പറയുക, ഞാനങ്ങനെ ഒരു ആഗ്രഹം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ 1.5 കൊല്ലമായി ഇത്ര ഇഷ്യൂ നടന്നിട്ട് നമ്മൾ ആഗ്രഹം വിടാതെ നമ്മൾ പിടിച്ചു, നമ്മൾ നടത്തി. ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. വണ്ടി പ്രാന്തെന്ന് പറഞ്ഞാൽ ഈ ചെങ്ങായം കൊണ്ട് ഒരു രക്ഷയില്ല. പറയുന്നത് തെറ്റാണെങ്കിൽ കട്ടാക്കി കേട്ടോ. പുള്ളി ഡെയിലി വിളിയാണ്. അന്നേരമാണ് 1ാമത്തെ കേസ് വന്നത്. 1ാമത്തെ കേസ് വന്നപ്പോൾ പറഞ്ഞാലും കട്ടാക്കിയ വിഷയമില്ല. കുറച്ച് സമാധാനം. അന്നേരം ഞാൻ വിചാരിച്ചു ദൈവം രക്ഷോട്ട് ഇനി വിളി പറയുമല്ലോ. ഈ പുള്ളിയുടെ വിളി കാരണം എനിക്ക് പേടിയായി, ഇനി എന്നെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നു. കാര്യം പുള്ളി എന്നെ ഒരു ദിവസം ഈ പ്രാന്ത് വണ്ടിയോ ഇത്രയും ടെൻഷൻ, ഇത്രയും ജീവിതത്തിൽ ഇത്രയും ടെൻഷൻ നിറഞ്ഞ പ്രശ്നങ്ങൾ വന്നിട്ട് ഈ പുള്ളി ഈ വണ്ടിയുടെ കാര്യത്തിൽ ഡെയിലി എന്നെ 3-4 വട്ടം വിളിക്കും. അന്നേരം ക്ഷീണിച്ച് അസ്ഥികല്ല് പോലെ ആയി ടെൻഷനായിട്ട്. എന്നിട്ട് വരെ ഈ പുള്ളി ഈ വണ്ടിയുടെ കാര്യത്തിന് എന്നെ 3-4 വട്ടം വിളിക്കും. എനിക്ക് തന്നെ പേടി ഇനി പോലീസ് എന്നെ പിടിച്ചോണ്ട് പോകുന്നു. കാര്യം വണ്ടിയുടെ കാര്യത്തിനെ വിളിക്കുന്നത് അത്ര വണ്ടിയുടെ എനിക്ക് ആ കാര്യത്തിൽ പുള്ളിയെ നമിച്ചേ പറ്റുള്ളൂ. വണ്ടി എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഇതാണ്. വണ്ടിയാണ് ജീവിതം. അതെ, അത് തന്നെ, വണ്ടിയാണ് നമ്മുടെ ജീവിതം. അതിൽ യാതൊരു അർക്കുമില്ല. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, വണ്ടി ഈ പറഞ്ഞ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഐറ്റിനെ കോൺടാക്ട് ചെയ്യട്ടോ. ബാക്കി ഡീറ്റെയിൽസ് ഐറ്റ് പറഞ്ഞുതരും. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. K12 കൂർഗാണ് പ്ലേറ്റ് വരുന്നത്. അപ്പം എന്താ പറയുക, ഒരുപാട് ആഗ്രഹിച്ചു ഇങ്ങനെ വണ്ടി പണിയെന്നുള്ളത്. നമ്മളങ്ങനെ പണിതു. ഒരുപാട് പോരായ്മകളുണ്ട് എന്നറിയാം. എന്നാൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഒരു ലോ ടൈപ്പിൽ ഒരു വിൻറ്റേജ് ട്രക്ക് എന്നുള്ളത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഒരു റെയർ പീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ എന്താ ഞാൻ വായിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്കും തരുന്നുണ്ട്, ഒക്കെ തരുന്നു കേട്ടോ. ഓക്കെ, അപ്പം വണ്ടിപ്രാൻ നമ്മുടെയാണ്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീൽ ഇടുന്നുണ്ട്, ഒന്ന് കണ്ട് ഷെയർ ചെയ്യട്ടെ. ഓക്കെ, അപ്പം അടിപൊളി വീഡിയോസ് വരാനുണ്ട്. അടുത്ത വണ്ടിയുടെ റിവ്യൂ കൂടി വരാനുണ്ട് കേട്ടോ. അടുത്ത എപ്പിസോഡ് കാണാം.